നമസ്കാരം. നിലമ്പൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിനുള്ള ശേഷി തനിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് PV അൻവർ. തന്റെ കയ്യിൽ നയാ പൈസ ഇല്ലെന്ന് അൻവർ പറയുന്നു. കോടികൾ ഉണ്ടായിരുന്ന തന്റെ കയ്യിൽ ഇപ്പോൾ ഒന്നുമില്ല. ഒരു മുതലാളിയും തനിക്കൊപ്പമില്ല. 3 തവണ ഡ്രസ് മാറ്റിയ എനിക്ക് ഇന്ന് 2 ഷർട്ട് തേച്ചെടുക്കാനുള്ള 60 രൂപ പോലും കയ്യിലില്ല. മത്സരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും കയ്യിൽ കാശില്ലാതെ എങ്ങനെ മത്സരിക്കുമെന്നും അൻവർ ചോദിച്ചു. കയ്യിലുള്ള കാശെല്ലാം തീർന്നു. എല്ലാവരും ചേർന്ന് എന്നെ മുക്കിക്കൊന്നു. ഇനി ഞാൻ UDF-ലേക്കില്ല. മത്സരിക്കാൻ എനിക്ക് ശേഷിയില്ല. പച്ച മലയാളത്തിൽ അവസ്ഥ വിശദീകരിച്ച് PV അൻവർ വികാരത്തിൽ എല്ലാം പറഞ്ഞു. ഈ വാർത്താ സമ്മേളനത്തിൽ അൻവറിസത്തിന്റെ ഗതികേട്ട് ഞെട്ടുകയാണ് മലയാളികൾ. താൻ രണ്ടറ്റം മുട്ടിക്കാൻ പാടുപെടുന്നുവെന്നാണ് അൻവർ പറയുന്നത്. UDF ഘടകകക്ഷിയാകില്ലെന്ന് പറഞ്ഞ അൻവർ തന്നെ നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്നും പറഞ്ഞു വെച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തി. സതീഷിനെതിരെ തെളിവ് കണ്ടെത്തി പുറത്തുവിടുമെന്നും പറഞ്ഞു. പിണറായി സത്തിനെതിരായ പോരാട്ടം തുടരും. താൻ വലിയ ജപ്തി ഭീഷണിയിലാണെന്നും ഹൈക്കോടതിയിൽ നിരവധി കേസുകളുണ്ടെന്നും അൻവർ പറയുന്നു. ഇനി ആരും തന്നെ ബന്ധപ്പെടരുത്. ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം. നിലമ്പൂരിലെ പ്രശ്നങ്ങളിലൊന്നും കാണാത്ത വ്യക്തിയാണ് M സ്വരാജ് എന്നും അൻവർ പറയുന്നു. PV അൻവറിന്റെ പത്രസമ്മേളനത്തിൽ ഏറ്റവും ഞെട്ടിക്കുന്നതായിരുന്നു ഇന്നത്തേത്. UDF-യുമായുള്ള ചർച്ചകളിൽ വ്യക്തത വന്നിട്ടില്ലെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും PV അൻവർ പറയുന്നു. UDF-നെതിരായ വിമർശനം തുടർന്ന അൻവർ പിണറായി സത്തിനെതിരെ പോരാടിയ തന്നെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്യേണ്ട UDF നേതൃത്വത്തിലെ ചില വ്യക്തികൾ അതിന് തയ്യാറായില്ലെന്നും പറയുന്നു. ആരെയും കണ്ടല്ല ഞാൻ LDF-ൽ നിന്ന് ഇറങ്ങിയത്. ദൈവത്തെയും ജനത്തെയും കണ്ടാണ് ഇറങ്ങി വന്നത്. അവരിലാണ് പ്രതീക്ഷ. പിണറായി സത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ നിന്ന് പിൻവാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. അധിക പ്രസംഗിയാണ് എന്നാണ് പറയുന്നത്. അധിക പ്രസംഗം തുടരുമെന്ന് അൻവർ പറയുന്നു. പത്രസമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ CPM-നെ കടന്നാക്രമിച്ച അൻവർ പതിയെ വിമർശനം പ്രതിപക്ഷ നേതാവിലേക്ക് കൊണ്ടുപോയി. VD സതീഷിനെ വിമർശിച്ചു. ആര്യടൻ ഷൗക്കത്തിനെ കടന്നാക്രമിച്ചതുമില്ല. ഇപ്പോഴും UDF-ൽ അൻവറിന് പ്രതീക്ഷയുണ്ടെന്ന സൂചനകളും വാക്കുകളിലുണ്ട്. പക്ഷെ നിലവിൽ തനിക്കൊന്നിനും ശക്തിയില്ലെന്ന് പറയുകയാണ് അൻവർ. തന്റെ രാഷ്ട്രീയം തന്നെ പ്രതിസന്ധിയിലായെന്ന് പറയാതെ പറയുകയാണ് അൻവർ. കയ്യിൽ പണമില്ലാത്തതിനാൽ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്ന് പ്രഖ്യാപിക്കുകയാണ് ചുരുക്കത്തിൽ മുൻ MLA PV അൻവർ. സതീശൻ നയിക്കുന്ന UDF-ലേക്കും താൻ ഇല്ലെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. UDF-ൽ പ്രവേശനം നൽകിയില്ലെങ്കിൽ തന്റെ പാർട്ടി നിലമ്പൂർ മത്സരിക്കുമെന്നായിരുന്നു അൻവർ നേരത്തെ പറഞ്ഞിരുന്നത്. UDF പ്രവേശനം നൽകാത്തതിൽ പ്രതിപക്ഷ നേതാവ് VD സതീഷിനെതിരെ അൻവർ വീണ്ടും രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. അൻവർ ഇല്ലാതെ UDF ജയിക്കില്ലെന്നും സതീഷിന്റെ വാശിക്ക് UDF കനത്ത വില നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്നെ സ്നേഹിക്കുന്ന പ്രവർത്തകർക്ക് മനസാക്ഷി വോട്ട് ചെയ്യാമെന്നും താൻ വീട്ടിലും അങ്ങാടിയിലും ചെന്നിരിക്കാൻ പോവുകയാണെന്നും അൻവർ അറിയിച്ചു. UDF-ലെ ചില നേതാക്കൾ തനിക്കെതിരെ പ്രവർത്തിക്കുന്നു. UDF ഭയക്കുന്ന അധിക പ്രസംഗം ഇനിയും തുടരുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ കൂട്ടിച്ചേർത്തു.